വിജയ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ആൻഡ് എഞ്ചിനീയറിംഗ് വണ്ടർ PM എന്ന് പറയുന്ന ന്യൂസ് ആണ്. അപ്പൊ ആ ന്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. നമുക്കറിയാം പാമ്പൻ പാലം മെട്രോമാൻ ശ്രീധരൻ അറിയത്തില്ലാത്ത ഒരാൾ പോലും ഈ വീഡിയോ കാണുന്നവർ കാണത്തില്ല. ശ്രീധരൻ ഈസ് ദ മെട്രോമാൻ ഓഫ് ഇന്ത്യ. അദ്ദേഹം ആയിരുന്നു മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ദ ബിഗ്ഗസ്റ്റ് മെട്രോ റെയിൽ നെറ്റ്വർക്ക് ഓഫ് ഇന്ത്യ, ഡൽഹി മെട്രോ. ആ ഡൽഹി മെട്രോ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ പ്രോജക്ട് എന്ന് പറയുന്നത്. അതിന്റെ ബാക്കിലുള്ള മാസ്റ്റർ ബ്രെയിൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് മെട്രോമാൻ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം പേരെടുക്കുന്നത് അതിനൊക്കെ മുമ്പേ പേരെടുക്കുന്നുണ്ട്. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇന്ത്യയിൽ ഒരിക്കലും സാധിക്കില്ല എന്ന്, അസാധ്യമെന്ന് ബ്രിട്ടീഷുകാർ പോലും ഞാൻ പറയാൻ കാര്യം, ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് മാർവലുകൾ എടുത്തു നോക്കിയാൽ മിക്കവാറും എല്ലാം ബ്രിട്ടീഷുകാർ കൺസ്ട്രക്ട് ചെയ്തതാണ് ആ കാലഘട്ടത്തിൽ. ബിക്കോസ് ദേ വെയർ വൺ ഓഫ് ദ ഫൈനസ്റ്റ് എഞ്ചിനീയേഴ്സ് ഓഫ് ദ വേൾഡ്. അപ്പോൾ മിക്കവാറുള്ള എല്ലാം അവരുണ്ടാക്കിയതാണ്. നമ്മൾ ഈ തിരുവനന്തപുരത്ത് കാണുന്ന സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ഉൾപ്പെടെ. അപ്പൊ ഈ ബ്രിട്ടീഷുകാർ പോലും ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ എന്ന് പറഞ്ഞ് കോൾഡ് സ്റ്റോറേജിൽ വെച്ചൊരു പ്രോജക്റ്റ് ആയിരുന്നു കൊങ്കൺ റെയിൽവേ. ഞാൻ അതിലെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും അത് യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം എത്രയെങ്കിലും തുരങ്കങ്ങൾ ഉണ്ടാക്കി ആണ് ഈ കൊങ്കൺ റെയിൽവേ പ്രോജക്റ്റ് മുമ്പോട്ട് പോയത്. ആ കൊങ്കൺ റെയിൽവേയുടെ ബാക്കിൽ പ്രവർത്തിച്ചതും ശ്രീധരനാണ്. അതുകൊണ്ടാണ് ഈ കൊങ്കൺ റെയിൽവേ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സക്സസ് അങ്ങനെ റെയിൽവേയില്, അങ്ങനെ പറയാൻ പാടില്ല, വളരെ നോബിൾ സോളാണ്. അപ്പൊ അദ്ദേഹം ആദ്യം പേരെടുക്കുന്ന റെയിൽവേയിൽ വളരെ യങ്ങായിട്ടുള്ള എഞ്ചിനീയർ ആയിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് പാമ്പൻ പാലം 46 ഡേയ്സ് കൊണ്ട്, റെയിൽവേ 6 മാസമാണ് അദ്ദേഹത്തിന് കൺസ്ട്രക്ട് ചെയ്യാൻ കൊടുത്തത്. പക്ഷെ അദ്ദേഹം 46 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് ശ്രീധരൻ പ്രോമിനൻസിലേക്ക് വരുന്നത്. ആ പാമ്പൻ പാല് അല്ല, ഇപ്പൊ വേറൊരു പാമ്പൻ പാലം അതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇന്നലെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അത് നേഷന് സമർപ്പിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് രാമേശ്വരം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ പിൽഗ്രിം ടൗണിലേക്ക് റെയിൽ ഗതാഗതം ഇല്ലായിരുന്നു. പക്ഷെ ഇന്നലെ അത് സ്റ്റാർട്ട് ചെയ്തത് മാത്രമല്ല, ചെന്നൈയിലെ താമ്പരത്ത് നിന്ന് രാമേശ്വരത്തേക്ക് ഒരു പുതിയ ട്രെയിനും സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മളെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും രാമേശ്വരത്തേക്ക് ട്രെയിനുകൾ വരും എന്ന് മാത്രമല്ല, ഈ ഇനാഗുറേറ്റ് ചെയ്ത പാലം കണ്ടോ, ഈ പാലം ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജാണ്. അതായത് ഈ പാലം ഇവിടെ കൊണ്ടങ്ങ് പൊങ്ങും, ഷിപ്പുകൾക്ക് കടന്നു പോകാൻ വേണ്ടി. ഇവിടെ കൊണ്ട് ഈ മിഡിൽ കൊണ്ട് പൊങ്ങി മാറിക്കൊടുക്കും ഷിപ്പുകൾ അതിന്റെ അടി കൂടെ പോകുമ്പോൾ. വെള്ളമല്ലേ, കടലിന്റെ മുകളിലല്ലേ. പാർക്ക് സ്ട്രേറ്റിലാണ് ഇത് വന്നേക്കുന്നത്. പാർക്ക് സ്ട്രേറ്റ് ഈസ് ദ സ്ട്രേറ്റ് കണക്ടിങ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. തമിഴ്നാടിനെയും ശ്രീലങ്കയും കണക്ട് ചെയ്യുന്ന കടലിടുക്കാണ് പാർക്ക് സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ. ആ പാർക്ക് സ്ട്രേറ്റിൽ കൂടെ ഷിപ്പുകളൊക്കെ പോകും. ആ ഷിപ്പുകൾ കടന്നു പോകുമ്പോൾ ഈ ബ്രിഡ്ജ് പൊങ്ങിക്കൊടുക്കും. ഇത് അമേരിക്കയിലൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ബ്രിഡ്ജുകൾ. അപ്പൊ അങ്ങനെയും കൂടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജ് ആണ്. അപ്പൊ വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് ആണ്. അപ്പൊ അത് അദ്ദേഹം ഇനാഗുറേറ്റ് ചെയ്തു. അതാണ് വലിയൊരു ന്യൂസ് എന്ന് പറയുന്നത്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് ഇത് ഉണ്ടാക്കിയത്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ഈസ് എ സബ്സിഡിയറി ഓഫ് ഇന്ത്യൻ റെയിൽവേസ്. IRFC ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ, IRCTC ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, അതുപോലെ ഒരുപാട് ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെയിൽവേയുടെ അണ്ടറിലുണ്ട്. അതിലൊരെണ്ണമാണ് റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ. അവര് 531 crore 531 കോടി സ്പെൻഡ് ചെയ്താണ് ഈ പാമ്പൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. ഇത് പാർക്ക് കടലിടുക്കിലാണ്. 2.08 കിലോമീറ്റർ ആണ് ഈ ബ്രിഡ്ജിന്റെ നീളം എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഈ പഠിക്കേണ്ടത്. ഓക്കെ, ആ നീളം അറിഞ്ഞിരിക്കുക, 2.08 കിലോമീറ്റർ. അപ്പോ ഇന്നലെ തമിഴ്നാട്ടിൽ അദ്ദേഹം ഇനാഗുറേറ്റ് ചെയ്തത്. പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർട്ടീസിൽ ഒരെണ്ണമായ CPM-ന്റെ പുതിയ ജനറൽ സെക്രട്ടറി ആയിട്ട് MA ബേബിയെ സെലക്ട് ചെയ്തു. മധുരൈ കോൺഗ്രസിൽ വെച്ച് CPM-ന്റെ മധുരൈ കോൺഗ്രസ് ഇലക്ടഡ് MA ബേബി ആസ് ദ ന്യൂ ജനറൽ സെക്രട്ടറി ഓഫ് CPIM. അത് അറിഞ്ഞിരിക്കേണ്ട ന്യൂസ് ആണ്. പിന്നെ സ്റ്റാലിൻ ആസ് മോഡി ടു അലൈ ഫിയേഴ്സ് ഓവർ ഡീലിമിറ്റേഷൻ. അത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വാട്ട് ഈസ് ഡീലിമിറ്റേഷൻ? ഡീലിമിറ്റേഷൻ ഈസ് എക്സർസൈസ് ഓഫ് റീഡ്രോയിങ് ഓഫ് ദ ബൗണ്ടറീസ് ഓഫ് constituencies in India based on the census. സെൻസസിനെ ബേസ് ചെയ്ത് കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ ബൗണ്ടറീസ് മാറ്റി വരയ്ക്കും. അപ്പൊ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് കൂടും. സെൻസസ് ഓരോ സെൻസസ് കഴിയുമ്പോൾ പോപ്പുലേഷൻ കൂടിയല്ലേ ചെയ്യുന്നത്. പോപ്പുലേഷന്റെ ബേസിസിലാണ് ഡീലിമിറ്റേഷൻ നടത്തേണ്ടത്. സോ ഡീലിമിറ്റേഷൻ ആ ഒരു എക്സർസൈസ് അത് ഇന്ത്യയിൽ നടക്കാൻ പോയ ആഫ്റ്റർ 2026-27 ഒക്കെ ആകുമ്പോൾ അത് നടക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഹാവ് സം റിസർവേഷൻസ്. അപ്പോൾ MK Stalin, the Chief Minister of Tamil Nadu, yesterday brought that problem into the attention of Prime Minister when he visited
Tamil Nadu for the inauguration of Pamban Bridge yesterday. Okay. Sri Lanka releases 11 Indian fishermen after PM's pitch for a humane approach. Modi visited Sri Lanka during the last 3 days. That all of you know very well, because I discussed in yesterday's class about all those visits. All those visits means he visited Thailand also for attending BIMSTEC summit. BIMSTEC is Bay of Bengal Initiative for Multi-Sectoral Technical and Economic Cooperation. BIMSTEC is a 7-nation grouping. 7 nations are there. South Asian nations are India, Bangladesh, Bhutan, Nepal, പിന്നെ ശ്രീലങ്ക, പിന്നീട് തായ്ലൻഡും മ്യാൻമറും. 7 nations. BIMSTEC's meeting was happened in Thailand, Bangkok, Thailand. അതേക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഹി വെന്റ് ടു ശ്രീലങ്ക. ശ്രീലങ്കയിൽ ഒരുപാട് എഗ്രിമെന്റ് സൈൻ ചെയ്തു. എക്കണോമിക് കോപ്പറേഷനുള്ള സൈൻ ചെയ്തു, ഡിഫൻസ് കോപ്പറേഷനുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഡിഫൻസ് കോപ്പറേഷൻ എഗ്രിമെന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് മോദീസ് വിസിറ്റ് ടു ശ്രീലങ്ക ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 3 days. ഡിഫൻസ് കോപ്പറേഷൻ നമുക്ക് ശ്രീലങ്കയായിട്ട് ഉണ്ടായിരുന്നു, പക്ഷേ 1987 ഇന്ത്യയുടെ സമാധാന സേനയൊക്കെ ശ്രീലങ്കയിൽ പോയി കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അതൊക്കെ നിലച്ചു നിൽക്കുകയായിരുന്നു. നൗ വി ആർ ഗോയിങ് ടു റിവൈവ് ദാറ്റ് ഡിഫൻസ് കോപ്പറേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ആൻഡ് Sri Lankan President Anurag Kumara Dissanayake promised that Sri Lankan soil will not be allowed to നമ്മളുടെ ഇന്ത്യക്കെതിരെയുള്ള ആക്ടിവിറ്റീസിന് അത് അലോ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതായത് ഇപ്പൊ ചൈന അല്ലെങ്കിൽ പാകിസ്ഥാൻ അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യം ശ്രീലങ്കൻ സോയിൽ മിസ്യൂസ് ചെയ്യുന്നു ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് എന്ന് ഒരിക്കലും മിസ്യൂസ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാവത്തില്ല. അത് എൻഷുർ ചെയ്യും എന്നാണ് ശ്രീലങ്ക ഇന്ത്യക്ക് നൽകുന്ന പ്രോമിസ്. ഓക്കെ, അതൊക്കെ അവിടെ ഈ ഫ്രണ്ട് പേജിലുള്ള ന്യൂസിൽ അതൊക്കെയാ പറയുന്നത്. പിന്നെ വിക്രം മിശ്രി, ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി, അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയതൊക്കെ അവിടെ പറയുന്നുണ്ട്. വിക്രം മിശ്രി ഈസ് ദ ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ. വിക്രം മിശ്രി, MISRI. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ഓൾസോ അക്കമ്പനീഡ് നരേന്ദ്രമോദി ടു ശ്രീലങ്ക. അതുപോലെ ശ്രീലങ്കയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ അങ്ങനെ മോദിക്ക് കൊടുത്തു. അത് ഇന്നലത്തെ പത്രത്തിലാണുള്ളത്. അതിന്റെ പേര് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അത് ഇന്നലത്തെ പത്രത്തിലായിട്ട് ഞാൻ ജസ്റ്റ് മറന്നുപോയത്. അത് ഞാൻ ഇന്നലെ വായിച്ചതാണ്. ഇപ്പൊ മോഡിക്ക് കിട്ടുന്ന 20ാമത്തെ ഇന്റർനാഷണൽ ബഹുമതിയാണ്. 19 രാജ്യങ്ങളുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണറോ അല്ലെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണറോ ഒക്കെ മോദിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് 20th ആണ്. അപ്പൊ അതിന്റെ പേരെന്താണെന്നാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. അതിന്റെ പേര് മിത്രവിഭൂഷണ. നമ്മളുടെ ഭാരതരത്നയൊക്കെ പോലെ ശ്രീലങ്കയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആണ് മിത്രവിഭൂഷണ എന്ന് പറയുന്നത്. അത് മോദിക്ക്, നരേന്ദ്രമോദിക്ക് കൊടുത്തു. അങ്ങനെ 20ാമത്തെ ഇന്റർനാഷണൽ അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന് സൗദി, UAE, പാലസ്തീൻ, ഇസ്രായേൽ, റഷ്യ, അമേരിക്ക, നൈജീരിയ, ഗയാന, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, മൗറീഷ്യസ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ഹയസ്റ്റ് സിവിലിയൻ ഓണേഴ്സോ അല്ലെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണേഴ്സോ കിട്ടിയിട്ടുണ്ട്. നൗ മോദി ഗോട്ട് 1 more സിവിലിയൻ ഓണർ ഫ്രം ശ്രീലങ്ക, ദാറ്റ് ഈസ് മിത്രവിഭൂഷണ അവാർഡ്. അതും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, പിന്നെ അതിനടുത്ത പേജിൽ അതിന് മുമ്പ് വേറൊരു ന്യൂസ് ഉണ്ട്. only 12% of judges in high courts have declared assets data എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. Recently we had a news that Yashwant Verma of Delhi High Court amassed a lot of assets, a lot of cash, disproportionate asset ആണത്. അത് കുറെ കത്തിക്കരുന്ന നോട്ടുകളൊക്കെ അവിടെ നിന്ന് കണ്ടെത്തി. അതിനുശേഷമാണ് ജഡ്ജസിന്റെ കറപ്ഷനെ കുറിച്ചുള്ള ഇഷ്യൂസ് മീഡിയാസിൽ വരുന്നത്. ഇന്ത്യയിലെ മൊത്തം ജഡ്ജസിൽ 12% ജഡ്ജസ് മാത്രമേ അവരുടെ അസറ്റ്സ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് കുഴപ്പം ജുഡീഷ്യറിക്കകത്തുള്ള. ഓക്കെ, only 12% ജഡ്ജസ് ഇൻ ഇന്ത്യ ഡിക്ലെയർഡ് ദെയർ അസറ്റ്സ് പബ്ലിക്കലി. അപ്പം അതും ഒരു ഇതായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. 20% റിസർവേഷൻ ഫോർ അഗ്നിവീഴ്സ് ഇൻ ഹരിയാന പോലീസ് റിക്രൂട്ട്മെന്റ്. CM ഹരിയാനയിലെ പോലീസ് റിക്രൂട്ട്മെന്റ് ആണത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് സ്റ്റിൽ അഗ്നിവീർ എന്താണെന്ന് അറിയിക്കണം. അഗ്നിവീർ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയിലേക്കും എയർഫോഴ്സിലേക്കും നേവിയിലേക്കും ഷോർട്ട് ഡ്യൂറേഷനിലേക്ക് 5 വർഷത്തേക്ക് ആൾക്കാരെ ഇപ്പൊ സെലക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഇപ്പോൾ ഉള്ളത്. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു പോർഷൻ 1/4 ആൾക്കാരെ അങ്ങോട്ട് അവർ പെർമനന്റ് ആക്കുള്ളൂ. ബാക്കിയുള്ളവർക്ക്
ഒരു വലിയ എമൗണ്ട് ആയി കൊടുത്ത് അവർ പിരിച്ചുവിടും. ആ പോകുന്ന ആൾക്കാർക്ക് പിന്നെ വേരിയസ് സ്റ്റേറ്റ് ഗവൺമെന്റ്സുകളിലൊക്കെ ജോബിലൊക്കെ റിസർവേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഹരിയാനയിൽ അവിടുത്തെ അഗ്നിവീർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അഗ്നിപഥം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്, അതുവഴിയാണ് ഇവർ സെലക്ട് ആവുന്നത്. അങ്ങനെ സെലക്ട് ആവുന്ന ആൾക്കാർ അഗ്നിവീർ എന്ന് അറിയപ്പെടുന്നത്. ഈ അഗ്നിവീഴ്സിന് 20% റിസർവേഷൻ അവിടുത്തെ പോലീസ് റിക്രൂട്ട്മെന്റ് കൊടുക്കാൻ ഹരിയാന ഗവൺമെന്റ് തീരുമാനിച്ചു. ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ നയാബ് സിംഗ് സൈനി അല്ലെ, നയാബ് സിംഗ് സൈനി ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന. നയാബ് സിംഗ് സൈനി അറിഞ്ഞിരിക്കോ. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ പുഷ്കർ സിംഗ് ധാമി, ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്ററിനെ കുറിച്ചുള്ള ന്യൂസ് അവിടെ കാണാം. പുഷ്കർ സിംഗ് ധാമി ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തരാഖണ്ഡ്. ദെൻ ബാക്കി ന്യൂസ് ഒന്നും അവിടെ ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ AAI team to visit sites identified for second airport in Bengaluru. Bengaluru is going to get a second airport. That is needed also because in Bengaluru's international airport. What is the name of Bengaluru's international airport? Kempegowda International Airport. Sometimes in an examination, a question can be asked like, what is the name of the airport in Bengaluru? എന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ഒരു ചോയ്സും തരും. ഇപ്പൊ Kempegowda International Airport, that is the name of the airport in Bengaluru. So Kempegowda International Airport is a very crowded airport. So and also you know Bengaluru is known as the Silicon Valley of India. So a lot of IT companies are there, lot of other companies are there. So ഒരു ഇൻഫ്ലക്സ് ഓഫ് ആൾക്കാർ തന്നെ ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എയർപോർട്ട് ഒക്കെ ഇനി വീണ്ടും വേണം. സോ സെക്കൻഡ് എയർപോർട്ട്, ദേ ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് എ സെക്കൻഡ് എയർപോർട്ട്. അതിനുള്ള ലൊക്കേഷൻ ഇതുവരെ കണ്ടുപിടിച്ചില്ല. AAI ആണ് അതൊക്കെ ചെയ്യുന്നത്. AAI മീൻസ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. വാട്ട് ഈസ് AAI? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. സോ എ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഈസ് ഗോയിങ് ടു കം. സെക്കൻഡ് ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഈസ് ഗോയിങ് ടു കം ഇൻ Bengaluru. വാട്ട് ഈസ് ഗ്രീൻഫീൽഡ്? ഗ്രീൻഫീൽഡ് മീൻസ് ഇപ്പൊ ഒരു ഓൾറെഡി എയർപോർട്ട് തിരുവനന്തപുരത്തുണ്ട്. ആ എയർപോർട്ടിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് കരുതിക്കോ, കുറച്ചുകൂടെ വലുതാക്കുന്നു. അതിനെ ബ്രൗൺ ഫീൽഡ് എന്നാ പറയുന്നത്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതേ സമയത്ത് തീരുമാനിക്കുക ട്രിവാൻഡ്രത്ത് ഒരു ന്യൂ എയർപോർട്ട് ഇപ്പോ ആറ്റിങ്ങലിൽ ഉണ്ടാക്കും. സോ ദാറ്റ് ഈസ് എ ടോട്ടലി ന്യൂ പ്രോജക്ട്. അത്തരത്തിലുള്ള പ്രോജക്റ്റിനാണ് ഗ്രീൻ ഫീൽഡ് എന്ന് പറയുന്നത്, ന്യൂ ആണെങ്കിൽ ടോട്ടലി. ഓക്കെ, അപ്പൊ ബാംഗ്ലൂരിൽ വരാൻ പോണ ന്യൂ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ്. അത് എവിടെയും തീരുമാനിച്ചിട്ടില്ല. After vocal protest, Kerala to form Waqf board under new law. Waqf board Amendment Act 2025 came into force yesterday because the President of India gave assent to Waqf Amendment Bill 2025. So yesterday that act came into force. Even if Kerala government and opposition vehemently oppose the provisions of Waqf Amendment Act 2025, Kerala is going to be the first state to form a new Waqf board under the new law. Government of India new law പാസ്സാക്കിയില്ലേ, അപ്പൊ പിന്നെ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. കേരളത്തിലെ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിയും. അപ്പൊ പുതിയത് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ന്യൂ വഖഫ് അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ചായിരിക്കും. അതാണ് ഈ ന്യൂസ്. പിന്നെ ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. വെർ ഈസ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്? ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഈസ് ഇൻ കർണാടക. ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, നാഗരഹോൾ ടൈഗർ റിസർവ്, നാഗരഹോൾ, ദീസ് ഓൾ ടൈഗർ റിസർവ്സ് ആർ ഇൻ കർണാടക. ഓക്കെ, പിന്നെ മേക്കഡാട്ട് പ്രോജക്റ്റിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. എവിടെയാണെന്ന് അറിയാം മേക്കഡാട്ട് പ്രോജക്ട്? ദർ ഈസ് എ വെരി ഫേമസ് റിവർ വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട്. Now that dispute is almost settled. That is Kaveri river water sharing dispute. That dispute was mainly between Karnataka and Tamil Nadu. Kerala and Puducherry are also parties to that dispute. Kaveri Water Tribunal awarded share of water from Kaveri to all these stakeholders. But still some problems are there. Karnataka is going to construct a reservoir in Kaveri, that is Mekadat. Adina ഭയങ്കരമായിട്ട് തമിഴ്നാട് ഇപ്പൊ ഒബ്ജക്ട് ചെയ്യുന്നുണ്ട്. അതാണ് വിഷയം. അപ്പൊ കാവേരിയിൽ വരുന്നൊരു വാട്ടർ റിസർവോയർ ആണ് മേക്കഡാട്ട് എന്ന് പറയുന്നത്. കർണാടക ഉണ്ടാക്കുന്നത്. അവിടെ വേറൊന്നും പറയാല്ല. ഇനി അടുത്ത പേജിൽ പോകുമ്പോ അടുത്ത പേജിലൊന്നും വേണ്ട. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ദ മിസ്സിംഗ് മിഡിൽ എന്ന് പറയുന്ന എഡിറ്റോറിയൽ ആണ്. ദാറ്റ് ഈസ് about the budget session of Indian Parliament. Budget session of Indian Parliament was finished 2 days back. That budget session of Indian Parliament was historic.
because the session was very productive. Disruptions were very less there, and a lot of healthy discussions happened before the finalization of each and every bill. Opposition actively participated in the discussions. That is very rare in recent days. And Waqf Amendment Act 2025, a controversial act, was also passed that is going to be questioned in the Supreme Court, because opposition is of the view that it is anti-constitutional. Okay, അപ്പോൾ മറ്റൊരു കാര്യം കണ്ടത് ഇന്ത്യ ബ്ലോക്ക്. മെയിൻ opposition is India bloc under the leadership of Congress party. That India bloc was acted as a cohesive unit in the opposition side, and they challenged the Modi government in various issues. And the government side was also very cohesive. When the controversial bill of Waqf Amendment was introduced in the parliament, BJP got solid support from their partners like Janata Dal United, Chandrababu Naidu's Telugu Desha Party, etc. അപ്പൊ അതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനപ്പുറം ഇത് വായിച്ച എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. വേറെ പിന്നെ on the last day of this budget session means actually budget session's main intention is to pass budget. That was passed in the February 1st itself. After that ഒരുപാട് ഫിനാൻസ് ബില്ലുകളൊക്കെ പാസ്സാക്കി എടുക്കേണ്ട, അതൊക്കെയാണ് ആദ്യം ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് മറ്റ് ബില്ലുകളൊക്കെ പാസ്സാക്കുന്നത്. And you all know Manipur is under president's rule. As per the Constitution of India, one president's rule is proclaimed in a state. The Parliament of India should give permission, give assent to that proclamation within 2 months. 2 മാസത്തിനകം. അപ്പൊ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് സെഷൻ ലാസ്റ്റ് ഡേയിൽ പാതിരാത്രി വരെ സമ്മേളിച്ചാണ് മണിപ്പൂരിന്റെ പ്രസിഡന്റ് റൂള് പാർലമെന്റ് അനുമതി കൊടുത്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ സംഭവിച്ചത്. അപ്പൊ അത് ഒക്കെയാണ്. പിന്നെ ഓരോ പാർട്ടികൾ ഓരോ സമയത്തെടുത്ത കാര്യങ്ങളെ കുറിച്ചും അതിൽ BJD എന്ന് പറയുന്ന പാർട്ടി, അതുപോലെ പഴയ ജയലളിതയുടെ ADMK പാർട്ടി, അവരെല്ലാരും ഓരോരോ പ്രശ്നങ്ങൾ എടുത്ത നിലപാടുകളെ കുറിച്ചൊക്കെയാണ് ഇത് പറയുന്നത്. ഇനി അത് കൂടുതലൊന്നും പറയാനുള്ള, നിങ്ങൾ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. രണ്ടാമത്തെ ട്രാജഡി ഓഫ് എ കോമൺസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. This is about a court case. This tragedy of a commons is about a court case. That court case is between Wikipedia. You all know what is Wikipedia. It is the online encyclopedia, Wikipedia, and ANI. ANI is one of the biggest news agencies in India. ANI, Asian News International. That is a news agency of India. So the main dispute is between these two parties. The case is between these two parties. Wikipedia എന്ന് പറഞ്ഞ ഓൺലൈൻ എൻസൈക്ലോപീഡിയ നടത്തുന്നത് വിക്കിമീഡിയ ഫൗണ്ടേഷൻ ആണ്. വിക്കിമീഡിയ ഫൗണ്ടേഷൻ. കേസ് എന്ന് പറയുന്നത് വിക്കിപീഡിയയുടെ പേജിനകത്ത് ANI കുറിച്ച് അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ, ഡിഫമേറ്ററി ആയിട്ടുള്ള പരാമർശങ്ങൾ വന്നു. അപ്പൊ അത് നീക്കം ചെയ്യാൻ ANI വിക്കിപീഡിയയോട് ആവശ്യപ്പെട്ടെങ്കിലും അത് അവർ ചെയ്തില്ല. അപ്പൊ അത് കോർട്ട് കേസ് ആയപ്പോൾ ഡൽഹി ഹൈക്കോർട്ട് വിക്കിപീഡിയക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒരു മീഡിയ എന്നുള്ള നിലയിൽ ഹിന്ദു എപ്പോഴും മറ്റ് മീഡിയാസിനെ സപ്പോർട്ട് ചെയ്ത് എഴുതുള്ളൂ. അപ്പൊ വിക്കിപീഡിയയെ സപ്പോർട്ട് ചെയ്താണ് അവർ എഴുതിയിരിക്കുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ എക്സ്പ്രഷന്റെ ഒക്കെ കാര്യം അവർ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഫ്രീഡം ഓഫ് സ്പീച്ചും എക്സ്പ്രഷനും ഒക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് മറ്റുള്ള ഒരാളെ ഡിഫെയിം ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. ഇതിൽ ANI ഗവൺമെന്റിന്റെ പ്രൊപ്പഗണ്ട മെഷീനറി ആണെന്നാണ് ANI കുറിച്ചുള്ള പേജിൽ വിക്കിപീഡിയയിൽ എഴുതി ചേർന്നിരുന്നത്. അങ്ങനെ എഴുതി ചേർക്കാൻ ആർക്കും അവകാശമില്ല. ANI is a reputed news agency of India, and ANI was in existence for the last 5 to 6 decades. Many governments ruled during the existence of ANI. കോൺഗ്രസും ഒക്കെ ഭരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പം എപ്പോഴും ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് കുറച്ചൊക്കെ ബയസ് കാണിക്കും. ഈവൻ നമ്മുടെ നാഷണൽ ബ്രോഡ്കാസ്റ്ററായ ദൂരദർശനും ആകാശവാണി, ഓൾ ഇന്ത്യ റേഡിയോ ഒക്കെ ഉൾപ്പെടെ. അതിനപ്പുറം അതൊരു പ്രൊപ്പഗണ്ട മെഷീൻ എന്ന് പറയാൻ ഇത് ചൈനയല്ലല്ലോ. ചൈനയിലാണെങ്കിൽ പിന്നീട് സിൻഹുവ എന്ന് പറഞ്ഞൊരു ന്യൂസ് ഏജൻസി ഉണ്ട്, പീപ്പിൾസ് ഡെയിലി എന്ന് പറഞ്ഞൊരു ന്യൂസ് ഏജൻസി ഉണ്ട്. അതെല്ലാം അവിടുത്തെ പ്രൊപ്പഗണ്ട മെഷീനറിയാണ്. സിൻഹുവ, ചൈനീസ് ഒഫീഷ്യൽ
ന്യൂസ് ഏജൻസിയാണ്. അതുപോലെ പീപ്പിൾസ് ഡെയിലി എന്ന് പറഞ്ഞ ആണെന്നാണ് എൻ്റെ ഓർമ്മ, ചൈനയുടെ ഒഫീഷ്യൽ ന്യൂസ് പേപ്പർ. ഇതൊക്കെ അവിടുത്തെ ഗവൺമെന്റിന്റെ വ്യൂ മാത്രമേ വെളിയിൽ കൊണ്ടുവരുള്ളൂ. ബിക്കോസ് ചൈന ഈസ് എ ഓട്ടോക്രാറ്റ് സ്റ്റേറ്റ്, വൺ പാർട്ടി സ്റ്റേറ്റ് ആണ്, കമ്മ്യൂണിസം ആണ്. അതുപോലെയല്ലല്ലോ ഇന്ത്യയിൽ. ഇപ്പൊ പ്രൊപ്പഗണ്ട മിഷണറി എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഇതില് ഇതിന് വിക്കിപീഡിയ ഒരു സ്റ്റാൻഡ് എടുത്തു, അത് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. തേർഡ് പാർട്ടിയൊക്കെ നമ്മൾ കൊടുക്കുന്ന, തേർഡ് പാർട്ടിയാണ് ഇത് ചെയ്യുന്നത്, അത് അവരുടെ ഒരു ഫ്രീഡം ആണത്, നമ്മൾ അതിൽ ഉത്തരവാദിയല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഡിഫമേറ്ററി സ്യൂട്ട് അഗൈൻസ്റ്റ് നമ്മൾ അതായത് വിക്കിപീഡിയ അത് നിലനിൽക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, വിക്കിപീഡിയയിൽ വരുന്ന ഒന്നും ഒറിജിനൽ കണ്ടന്റ് അല്ല, അത് നമുക്കറിയാമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ മിക്കതിലും ഒറിജിനൽ കണ്ടന്റ്, ഇപ്പൊ ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അത് എന്റെ കണ്ടന്റ് ആയിരിക്കും. പക്ഷെ വിക്കിപീഡിയയിൽ അങ്ങനെയല്ല, നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും അവർ റെഫറൻസ് വെച്ച് വേറെ സ്ഥലങ്ങളിൽ നിന്ന് ഓരോരുത്തർ എഴുതി ചേർക്കുന്നതാണ്, അല്ലേ? അപ്പൊ ഒറിജിനൽ കണ്ടന്റ് അല്ല അത്. അപ്പൊ അവിടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം അതുകൊണ്ട് വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു കേസില് കോടതിയുടെ നിലപാടിനെ കുറെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് ഹിന്ദുവിന്റെ ഈ സെക്കൻഡ് എഡിറ്റോറിയൽ വായിച്ചാൽ കുറെയൊക്കെ നമുക്ക് മനസ്സിലാവും, വായിച്ചു നോക്കും. പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട്, ഇത് വേൾഡ് ഹെൽത്ത് ഡേ ആണ്. ഇന്ന് എന്താണ്? വേൾഡ് ഹെൽത്ത് ഡേ ആണ്. April 7 ഈസ് വേൾഡ് ഹെൽത്ത് ഡേ. അത് പ്രമാണിച്ച് ഇന്നത്തെ ഹിന്ദുവിലെ ആർട്ടിക്കിൾസ് എല്ലാം ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. ഡോക്ടർ പ്രതാപ് റെഡ്ഡിയാണ് ആദ്യത്തെ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. ഹീസ് എ very famous personality in India because he is the founder of India's biggest hospital chain, that is Apollo Hospitals. Apollo Hospitals എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ചെയിന്റെ ഫൗണ്ടർ ആണ് പ്രതാപ് സി റെഡ്ഡി. അപ്പൊ അദ്ദേഹം NCDs-നെ പ്രിവെന്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. NCD മീൻസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ആനുവലി സംഭവിക്കുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൊണ്ടാണ്. ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് കമ്മ്യൂണിക്കബിൾ അല്ലാത്തതുകൊണ്ട് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. Now India is almost effectively controlling infectious diseases, but at the same time there's non-communicable diseases like heart problems, lungs problems, then ഷുഗർ, സ്ട്രോക്ക്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഡയബറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, ഷുഗറിനെ ഉദ്ദേശിച്ച ഡയബറ്റീസ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് മിക്കവാറും സംഭവിക്കുന്നത്. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ ഈ സംഭവം കുറച്ചുകൊണ്ടുവരാൻ പറ്റും. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആക്റ്റീവ്ലി നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഗവൺമെന്റിനൊക്കെ കുറെ പങ്കുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു റിയാക്റ്റീവ് ആയിട്ട് നമ്മൾ, അതായത് വൺസ് ഒരു അസുഖം വന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ നിൽക്കുന്നതിനേക്കാളും പ്രൊആക്റ്റീവായിട്ട് NCD നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആണ് ചെയ്യേണ്ടത്. അങ്ങനെ മെഷേഴ്സ് ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കൂടി. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് മീൻസ് ഇന്ത്യയിലെ ചെറുപ്പക്കാര് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ. അത് ഈ പറഞ്ഞ മില്യൺസ് ഓഫ് ചെറുപ്പക്കാർ ഉൾപ്പെടെ ഈ പറഞ്ഞ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പ്രശ്നത്തിലാണെങ്കിൽ ആണിപ്പം അത് നമ്മളുടെ ഹെൽത്ത് സിസ്റ്റത്തിലെ ബേർഡൻ കൊണ്ടുവരും. ഒരുപാട് പ്രൊഡക്റ്റീവ് ഡേയ്സ് ഈ പറഞ്ഞ ആൾക്കാർക്ക് നഷ്ടപ്പെടും. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റിയാൽ. അതൊക്കെ എന്തൊക്കെ ചെയ്യണം, ഗവൺമെന്റ് എന്തൊക്കെ പോളിസി ഇന്റർവെൻഷൻസ് ആണ് ആ കാര്യത്തിൽ കൊണ്ടുവരേണ്ടത്, ഇതെല്ലാം ആണ് ഈ ഫസ്റ്റ് ആർട്ടിക്കിളിൽ പറയുന്നത്. വായിച്ചു നോക്കുക. NCD മീൻസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അറിയാമല്ലോ. ഈവൻ പൊല്യൂഷൻ പോലും NCDs-ന് കാരണമാകുന്നുണ്ട്. ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന പോലും നമ്മളൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല കാര്യം ചെയ്യാണ്. മനസ്സിലായോ? അപ്പോ അത് നമ്മളുടെ ഇതിൽ കുറെ പറയുന്നുണ്ട്, എത്ര ട്രില്യൺ ഡോളർ ഓരോ വർഷവും ഓരോ ഇന്ത്യൻ എക്കോണമിയിലേക്ക് ഈ പറഞ്ഞ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ മൂലം ഉണ്ടാവുന്നു. അതിന്റെ കണക്കുകളുണ്ട്. വായിച്ച എല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതല്ലേ ഉള്ളത്. വളരെ സിംപിൾ ഇംഗ്ലീഷിലാണ് അത് എഴുതിയേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇത് വായിച്ചാല്. പിന്നെ രണ്ടാമത്തെ ആർട്ടിക്കിൾ എഴുതിയേക്കുന്നത് ഗവൺമെന്റിന് തന്നെ സൈഡിൽ നിന്നുള്ള സ്വാതി മീന നായിക് എന്ന് പറഞ്ഞ ഒരു ജോയിന്റ് സെക്രട്ടറി ആണ്. നാഷണൽ ജൽജീവൻ മിഷന്റെ സെക്രട്ടറി ആണ് അവർ. നാഷണൽ ജൽജീവൻ മിഷൻ. ജൽജീവൻ മിഷൻ എന്താണ്? ഇന്ത്യയിൽ 24 hours വാട്ടർ ഒരു ടാപ്പ് കണക്ഷൻ കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ് അത്. ഇപ്പൊ അതുവഴി 80% ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും ഇപ്പോ വെള്ളം ആയി കഴിഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇത് പറഞ്ഞുണ്ട്. അതുപോലെ സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ച് പറയുന്നുണ്ട്. SBM സ്വച്ഛ് ഭാരത് മിഷൻ ഇന്ത്യ ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ ആക്കാൻ വേണ്ടി മോദി ഗവൺമെന്റ് 2014 സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ്. 2019 ആയപ്പോ ഇന്ത്യ ODF ആയി, ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ ആയി. 2019 ആയപ്പോ വെൽ above the target, ahead of the target of
SDG means Sustainable Development Goals. SDG Sustainable Development Goals എന്ന് പറഞ്ഞാൽ UN-ന്റെ ഗോൾസ് ആണ്. United Nationsന് 17 goals they wants to achieve by the year of 2030. 17 goals United Nations wants to achieve by the year of 2030. One among them is ഈ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആക്കുക, അതായത് നമ്മൾ മൊത്തത്തിൽ ഹൈജീനിക് ആവുക എന്നുള്ളതാണ് അതിലൊരു ഗോളാണ്. അപ്പം അതിന് അവർ 2030 വെച്ചെങ്കിൽ നമ്മൾ 2019 തന്നെ അച്ചീവ് ചെയ്തു. അപ്പോൾ ജൽജീവൻ മിഷനും ഈ സ്വച്ഛ് ഭാരത് അഭിയാനും കൂടെ ചേർന്ന് വളരെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഒരു 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 കോംബോ ആണ്. അത് നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്, അതുവഴി ഉണ്ടാകുന്ന അസുഖങ്ങളിൽ ഉണ്ടാകുന്ന കുറവ്, അതെല്ലാം ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്കത് കിട്ടിയെന്നൊക്കെ. ഇതെല്ലാം ഈ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു സ്റ്റഡി അനുസരിച്ച് ഇന്ത്യയിലെ സാനിറ്റേഷൻ ഈ പറഞ്ഞ സാനിറ്റേഷൻ സ്കീം സ്വച്ഛ് ഭാരത് മിഷൻ നടപ്പാക്കിയതുകൊണ്ട് മാത്രം 5 വർഷം കൊണ്ട് തന്നെ 3 ലക്ഷം ഈ ഡയേറിയ മൂലം ഉണ്ടാകുന്ന ഡെത്ത്സുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റിയെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതുപോലെ ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ പറഞ്ഞേക്കുന്നത് ODF ഇല്ലാതിരുന്നുവെന്നുണ്ടെങ്കിൽ, ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ഇന്ത്യ ആയില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് കുട്ടികളുടെ സ്റ്റണ്ടിങ്ങും വേസ്റ്റിങ്ങും പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. അതുപോലെ മിനിമം ഒരു 50,000 രൂപ ഒരു വർഷം ഓരോ ഫാമിലിയും ഹെൽത്ത് റിലേറ്റഡ് കോസ്റ്റിന് സേവ് ചെയ്തു ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആയതുകൊണ്ടും ടോയ്ലറ്റുകൾ വീടുകളിൽ ഉണ്ടായതുകൊണ്ടെന്ന് യൂണിസെഫിന്റെ ഒരു പഠനം പറയുന്നുണ്ട്. അങ്ങനെ ചൈൽഡ് ഡെത്തുകളും ഇൻഫന്റ് ഡെത്തുകളും എല്ലാം അവോയ്ഡ് ചെയ്യാൻ ഈ പറഞ്ഞ സ്വച്ഛ് ഭാരത് മിഷനും അതുപോലെ ജൽജീവൻ മിഷനും കഴിയും. അതിന്റെ കുറെ ഉദാഹരണങ്ങൾ വേൾഡ് നേച്ചർ മാഗസിൻ, അങ്ങനെ കുറെ മാഗസിന്റെ കാര്യം പറയുന്നുണ്ട്, യൂണിസെഫിന്റെ കാര്യം പറയുന്നുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കാര്യം പറയുന്നുണ്ട്, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ കാര്യം പറയുന്നുണ്ട്. ഇവരെല്ലാം സ്റ്റഡീസ് അതാണ് പ്രൂവ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. അപ്പം സേഫ് വാട്ടർ കിട്ടിയാൽ മാത്രം ലോകത്തുണ്ടാകുന്ന 30% ഇൻഫന്റ് ഡെത്ത്സ് കുറയ്ക്കാൻ പറ്റുന്ന നോബൽ ലോറിയേറ്റ് ആയിട്ടുള്ള ഡോക്ടർ മൈക്കൽ ക്രമറിന്റെ സ്റ്റഡി പറയുന്നതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ സേഫ് ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കുന്ന വഴി കുട്ടികൾക്ക് അത് ഇൻഫന്റ്സിനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടെന്നും ഒക്കെയാണ് അതിൽ ഇവർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള ഈ സെക്രട്ടറി. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അപ്പം ഇന്ത്യ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് അപ്രോച്ചാണ് നടത്തുന്നതെന്നും അങ്ങനെ ഈ ഒരു അപ്രോച്ച് വഴി, അതായത് മെയിൻലി ജൽജീവൻ മിഷനും പിന്നെ എന്താണ് സ്വച്ഛ് ഭാരത് അഭിയാനും, ഇത് രണ്ടിനെയും കൂടെ കോംബോ ആയിട്ട് പിന്നെ ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്, അങ്ങനെ ലോകത്തിന് തന്നെ ഒരു മാതൃകയാവുന്ന സംഭവങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ അവകാശപ്പെടുന്നത് ഗവൺമെന്റിന്റെ ഭാഗമാണ് അവർ. പിന്നെ ഗോബർധൻ എന്നൊരു സ്കീമിനെ കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ട്. ഗോബർധൻ എന്ന് വെച്ചാൽ ഗാൽവനൈസിംഗ് ഓർഗാനിക് ബയോ അഗ്രോ റിസോഴ്സസ് ഡൻ. സംഭവം വേറൊന്നുമല്ല, ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ബയോ വേസ്റ്റുകള് ചാണകം ഉൾപ്പെടെ ഉള്ളതെന്ന് ഗോബർ ഗ്യാസും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നു, അങ്ങനെയുള്ള കുക്കിംഗ് ഗ്യാസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നു. അതിനൊക്കെ വേണ്ടിയുള്ള ഒരു സ്കീമാണ് ഈ ഗോബർധൻ എന്ന് പറയുന്നത്. അത് അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് പല ഗ്രാമങ്ങളിലും നടക്കുന്നുണ്ട്, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ. അപ്പൊ അതുപോലുള്ള ഗവൺമെന്റ് സ്കീമുകളെ കുറിച്ചും അതിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം, അങ്ങനെ വിമനിന് അതിൽ നിന്ന് വരുമാനം വരെ കിട്ടുന്നത് കേരളത്തിൽ നമുക്കറിയാമല്ലോ. ഇപ്പൊ ഹരിത കർമ്മസേന അവര് യഥാർത്ഥത്തില് ഇതല്ലേ സാനിറ്റേഷനല്ലേ അവർ ചെയ്യുന്ന, അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യം. അപ്പൊ അതുവഴി അവർക്കൊരു വരുമാനവും കിട്ടുന്നുണ്ട്, അതുവഴി ഒരു വിമൻ എംപവർമെന്റ് നടക്കുന്നുണ്ട്, ഒപ്പം നമ്മളെ എൻവയോൺമെന്റ് ക്ലീൻ ആവുന്നുണ്ട്. അതേപോലുള്ള സ്കീമുകൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഈ പറഞ്ഞേക്കുന്നത്. ഈ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കും. ഓക്കെ, പിന്നെ ഇതെല്ലാം വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് April 7 വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. എല്ലാം മോർ ഓർ ലെസ് സിമിലർ ആ, വായിച്ചാൽ മതി. പിന്നെ ഷാ ബിഗിൻസ് ജമ്മു ആൻഡ് കാശ്മീർ വിസിറ്റ് ടു റിവ്യൂ സെക്യൂരിറ്റി സിറ്റുവേഷൻ എന്നൊക്കെ ന്യൂസ് കാണാം. അവിടെ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ്. അദ്ദേഹമാണ് അമിത്ഷാ ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററിനെ പിന്നീട് അവിടെ റിസീവ് ചെയ്യുന്നതൊക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ മോർ ഓർ ലെസ് പീസ്ഫുൾ സ്റ്റേറ്റ് ആണ്. കാര്യം അവിടെ ഇപ്പൊ വലിയ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. പിന്നെ തമിഴ്നാട്, ഇത് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം, നീറ്റ് എക്സംഷന് വേണ്ടിയിട്ട് ഒരു ബില്ല് പാസ്സാക്കിയ കാര്യം. നീറ്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, അവിടെ തമിഴ്നാട്ടിൽ നിന്ന് നീറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് തമിഴ്നാട് നിയമസഭയിൽ പാസ്സാക്കി. ബട്ട് തമിഴ്നാട് ഗവൺമെന്റ് അലോൺ കനോട്ട് ഡു ദിസ്
Act's amendment, because that was an act passed by Indian Parliament. Once an act is passed by Indian Parliament, and if a particular state wants exemption from that act, first of all, that state has to pass a new law in their legislative assembly and get consent from the President of India, because President of India സൈൻ ചെയ്ത നിയമത്തിനാണ് ഒരു മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടെ കൺസെന്റ് കൂടെ വേണം. പക്ഷെ നീറ്റ് മാറ്റാനുള്ള ഈ ബില്ലിന് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കൺസെന്റ് കിട്ടിയില്ല. അപ്പൊ അതാണ്. താഴോട്ട് വരുമ്പം SC Collegium recommends Arun Pillai as Chief Justice of Jammu and Kashmir High Court. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അരുൺ പിള്ളൈ എന്ന് പറഞ്ഞ ജഡ്ജിയെ കൊളീജിയം റെക്കമെൻഡ് ചെയ്തതാണ്. വാട്ട് ഈസ് കൊളീജിയം? ഐ ടോൾഡ് യു മെനി ടൈംസ് ദാറ്റ് കൊളീജിയം ഈസ് ദ system which is selecting, transferring and promoting judges of High Courts and Supreme Court of India, and Collegium consists of 5 senior most judges of Supreme Court, including Chief Justice of India. Chief Justice ulpara 5 senior most judges. പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ മോഡി ലോഞ്ചസ് ഇന്ത്യൻ എയ്ഡഡ് റെയിൽവേ പ്രോജക്ട്സ് ഓൺ ലാസ്റ്റ് ഡേ ഓഫ് ശ്രീലങ്ക ട്രിപ്പ്. അത് 1-2 കാര്യങ്ങൾ അവിടെ പഠിക്കാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞ മോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകയ്ക്കൊപ്പം അനുരാധപുര വിസിറ്റ് ചെയ്തു. അനുരാധപുര ശ്രീലങ്കയിൽ വളരെ ഫേമസ് ആണ്. അനുരാധപുര കാരണം വേറെ ഒന്നുമല്ല, ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ബുദ്ധിസ്റ്റ് പിൽഗ്രിം സൈറ്റ് ആണ് അനുരാധപുര. അവിടെ ആണ് മഹാബോധി ടെമ്പിൾ ഒക്കെ ഉള്ള ജയശ്രീ മഹാബോധി ടെമ്പിൾ. അദ്ദേഹം അവിടെ വിസിറ്റ് ചെയ്തു ആ ടെമ്പിളില്. എന്നിട്ട് മാഹോ ഓമൻതായ് റെയിൽവേ ലൈൻ 128 കിലോമീറ്റർ ആണ് നീളം. മാഹോ MAHO മാഹോ എന്ന് പറയുന്ന സ്ഥലത്തിനെയും ഓമൻതായ് എന്ന് പറയുന്ന സ്ഥലത്തിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള 128 കിലോമീറ്റർ റെയിൽവേ ലൈൻ ഇന്ത്യൻ അസിസ്റ്റൻസിൽ അത് കൺസ്ട്രക്ട് ചെയ്ത്. അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കണം മാഹോ ഓമൻതായ് റെയിൽവേ ലൈൻ. ചിലപ്പോൾ ഇന്ത്യൻ അസിസ്റ്റൻസിലാണ്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്ത്യൻ അസിസ്റ്റൻസിൽ തന്നെ ഒരു സിഗ്നലിംഗ് സിസ്റ്റവും മാഹോയും അനുരാധപുരയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുണ്ട്. മാഹോ ആൻഡ് അനുരാധപുര ഇത് രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ അസിസ്റ്റൻസിൽ റെയിൽവേയുടെ സിഗ്നലിംഗ് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അദ്ദേഹം അവിടെ ഇനാഗ്രേറ്റ് ചെയ്തു. പിന്നീട് ഈ പറഞ്ഞ ടെമ്പിളിന്റെ പേര് പഠിച്ചു വെച്ചേക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇന്ത്യയും ശ്രീലങ്കയൊക്കെ സാഗർ ഇനിഷ്യേറ്റീവിന്റെ പാർട്ടാണ്. ഇന്ത്യ ആണ് ആക്ച്വലി ഈ സാഗർ ഇനിഷ്യേറ്റീവിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത്. സാഗർ മീൻസ് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. ഇന്ത്യൻ ഓഷൻ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയുടെ അടുത്തുള്ള രാജ്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ മാരിടൈം പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട്, സമുദ്ര സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യ എടുക്കുന്ന ഇനിഷ്യേറ്റീവാണ് സാഗർ. സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. പിന്നെ ഓം ബിർളയുടെ ഒരു ഫോട്ടോ കാണാം. ഓം ബിർള 150th അസംബ്ലി ഓഫ് ഇന്റർ പാർലമെന്ററി യൂണിയൻ, IPU എന്ന് പറയുന്ന സംഭവം ഉണ്ട് വേൾഡിൽ. ഇന്റർ പാർലമെന്ററി യൂണിയൻ. ഇതിന്റെ 150th സെഷൻ, 150th സെഷൻ ആണ് താഷ്കണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ ആണ് താഷ്കണ്ട്. അത് ഇന്റർ പാർലമെന്ററി യൂണിയന്റെ 150th സെഷൻ ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റലായ താഷ്കണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. അവിടെ അദ്ദേഹം 1-2 ഇന്ത്യയിൽ ഈയിടയ്ക്ക് പാസ്സാക്കിയ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിന്റെയൊക്കെ പേരത് പഠിച്ചു. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. അതായത് ഫിസിക്കലി ചലഞ്ചർ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊണ്ടുള്ള ഇന്ത്യയിലെ നിയമമാണ് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. ഇനി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019. ഇനി നാരി ശക്തി വന്ദൻ അധിനിയം 2023. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പാർലമെന്റില്, അതുപോലെ ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ ഇവിടെ എല്ലാം സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തുന്ന ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 106th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആണ് ഈ പറഞ്ഞ നാരി ശക്തി വന്ദൻ അധിനിയം. 33% റിസർവേഷൻ ഫോർ വിമൻ ഇൻ ഇന്ത്യൻ പാർലമെന്റ്, എസ്പെഷ്യലി ലോക്സഭ ആൻഡ് വേരിയസ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. BJPയുടെ ഫൗണ്ടേഷൻ ഡേ ആയിരുന്നല്ലോ April 6. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ അവിടെ കാണാം. പിന്നെ അത്രേ ഉള്ളൂ അവിടെ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ
എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പുകളെ കുറിച്ചുള്ള ഒരു ന്യൂസാണ്. എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ്, ഇന്ത്യക്ക് 2 എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് INS വിക്രാന്ത്. INS വിക്രാന്ത് എസ്പെഷ്യലി പഠിക്കണം, ഇന്ത്യ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്, ഇൻഡിജനസ്ലി ഡെവലപ്ഡ് ആണ് INS വിക്രാന്ത്. പിന്നെ INS വിക്രമാദിത്യ ഉണ്ട്, that is a Russian made fighter aircraft, aircraft carrier ship, but that was renamed as INS വിക്രമാദിത്യ, റഷ്യൻ മെയ്ഡ് ആണ്. പിന്നെ ഇന്ത്യയും റഷ്യയും തമ്മിൽ, ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നേവൽ എക്സർസൈസിന്റെ പേരുണ്ട് വരുണ. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ചേർന്ന് നടന്ന നേവൽ എക്സർസൈസിന്റെ പേരിൽ ഇപ്പം വേണമെങ്കിൽ ഒരു എക്സാമിന് ചോദിക്കാം, വാട്ട് ഈസ് ദ കോഡ് നെയിം ഓഫ് നേവൽ എക്സർസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്? വരുണ. പിന്നെ ഇന്ത്യയുടെ INS വിക്രാന്തിന്റെ പേര് അവിടെ പറഞ്ഞു. അതിലേക്ക് വേണ്ടിയിട്ട് ഫ്രാൻസിന്റെ കുറച്ച് ഫൈറ്റർ ജെറ്റ്സുകൾ വാങ്ങാൻ പോകണം. അതിന്റെ പേര് റാഫേൽ M എന്നാണ്. റാഫേൽ M. ഇന്ത്യയുടെ INS വിക്രാന്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് റാഫേൽ M എയർക്രാഫ്റ്റുകൾ വാങ്ങാൻ പോകുന്നത്. അതുപോലെ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മിക്കവാറും പിനാക എന്ന് പറയുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ഫ്രാൻസും വാങ്ങും. പിനാക ഇസ് ദ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ഡെവലപ്ഡ് ബൈ ഇന്ത്യ. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്റർ ഒമർ അബ്ദുള്ളയുടെ ഫോട്ടോ ഇവിടെ കാണാം. ജമ്മു ആൻഡ് കാശ്മീർ ചീഫ് മിനിസ്റ്റർ ഒമർ അബ്ദുള്ള. പിന്നെ മണി വൈസ് പേജ് വേണ്ട, അത് ബിസിനസിന് പകരം മൺഡേയിലുള്ള പേജാണ്, അത് നമുക്ക് വേണ്ട. പിന്നെ ഇന്റർനാഷണൽ പേജിലേക്ക് പോകുമ്പോൾ ട്രംപിന്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അതിന്റെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. പിന്നെ ഇറാൻ ടോപ്പ് ഡിപ്ലോമാറ്റ് റിജക്ട്സ് ട്രംപ്സ് ഡിമാൻഡ് ഫോർ ഡയറക്ട് ന്യൂക്ലിയർ ടോക്സ്. അതെന്താണെന്ന് വെച്ചാൽ ഇറാൻ is one of the countries in the world having a very active nuclear program, and the world is fearing that Iran is building nuclear weapons. So previously there was an agreement to deter Iran from making nuclear weapons that was signed between Iran and world's strong powers, including USA, Germany, France, Japan, China, Russia, etc. But once Donald Trump became the president of USA for the first time, he unilaterally withdrew from that agreement without citing any reasons. അപ്പൊ അങ്ങനെ അഗ്രിമെന്റ് ഇപ്പൊ ഇല്ല. അതുകൊണ്ട് വീണ്ടും ഇറാൻ സ്വന്തമായിട്ട് ഇഷ്ടംപോലെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ ട്രംപ് ഡയറക്റ്റ് ആയിട്ട് വീണ്ടും ആ അഗ്രിമെന്റിലേക്ക് പോകാൻ വേണ്ടി ഇറാനെ നിർബന്ധിക്കുക. പക്ഷെ ഇറാനിന് ഇപ്പൊ താല്പര്യമില്ല. ഇറാന്റെ പ്രസിഡന്റ് ആണ് മസൂദ് പെസഷ്കിയാൻ. സ്പെല്ലിംഗ് ഇങ്ങനെയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, നോക്കിക്കൊള്ളാം. മസൂദ് പെസഷ്കിയാൻ, ഇറാന്റെ പ്രസിഡന്റ്. പിന്നെ ഫോർമുല 1 ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് റെഡ് ബുള്ളിന്റെ ഡ്രൈവറും ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനുമായ മാക്സ് വെർസ്റ്റപ്പൻ വിൻ ചെയ്തു. മാക്സ് വെർസ്റ്റപ്പൻ കറണ്ട് വേൾഡ് ചാമ്പ്യൻ. കറണ്ട് വേൾഡ് ചാമ്പ്യൻ ആണ് മാക്സ് വെർസ്റ്റപ്പൻ എന്ന് പറയുന്നത്, കറണ്ട് വേൾഡ് ചാമ്പ്യൻ. അതുപോലെ റെഡ് ബുൾ ടീമിന്റെ ഡ്രൈവർ ആണ്, അദ്ദേഹമാണ് ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് വിൻ ചെയ്തത്. പിന്നെ ഇവിടെ വേറെ യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളെ കുറിച്ചുള്ള ന്യൂസ് കാണാം. യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ലീഗിന്റെ പേരെന്താണ്? പ്രീമിയർ ലീഗ്, ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ ലീഗ്. സ്പാനിഷ് ഫുട്ബോൾ ലീഗ് ലാ ലിഗ. ഇറ്റലിയിലെ ഫുട്ബോൾ ലീഗ് സീരി എ. പിന്നെ നെക്സ്റ്റ് പേജ് ഒന്നും വായിക്കാനല്ല, IPL കുറിച്ചാണ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ISL, ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിനെ കുറിച്ചുള്ള ന്യൂസുകളാണ്. ISL. പിന്നെന്താണ് ഇത്, വേറെ ഒന്നും അവിടെ പറയാനില്ല സ്പോർട്സിലൊന്നും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ന്യൂസ് പേപ്പർ. താങ്ക് യു സോ മച്ച്.